ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എയർപോർട്ട് അതോറിറ്റിയിൽ നിരവധി അവസരങ്ങൾ. പ്രായപരിധി 18-നും 26-നും ഇടയിൽ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ AAI നിരവധി അവസരങ്ങൾ. എഞ്ചിനീയറിംഗ് ബിരുദം, ഡിപ്ലോമ, ITI ട്രേഡ് എന്നീ വിഭാഗങ്ങളിൽ അപ്രന്റീസ് തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം NATS പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത: ഗ്രാജുവേറ്റ്, ഡിപ്ലോമ, അപ്രന്റീസ്. ICTE അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ 4 വർഷത്തെ ബിരുദം അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ. അടുത്തത് ITI ട്രേഡ് അപ്രന്റീസ്. AICTE അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ITI NCVT സർട്ടിഫിക്കറ്റ്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കേണ്ട വിധം: www.nats.education.gov.in അല്ലെങ്കിൽ apprenticeshippindia.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. എന്നിട്ട് ഹോം പേജിൽ ലഭ്യമായ സ്റ്റുഡൻസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ വിഭാഗത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ ആവശ്യമായ രേഖകളുടെ ലിസ്റ്റ് പരിശോധിക്കുക. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കുന്നതിന് മുമ്പായി എല്ലാ വിശദാംശങ്ങളും പരിശോധിക്കുക. നിങ്ങളുടെ മെയിൽ ID-യും ഫോൺ നമ്പറും ഉപയോഗിച്ച് OTP സ്ഥിരീകരണ പ്രക്രിയ പൂർത്തിയാക്കുക. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ആവശ്യമുള്ള രേഖകൾ സമർപ്പിക്കുക. അപേക്ഷാ ഫോം സമർപ്പിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു PDF ആയി സേവ് ചെയ്യുക. 197 ഒഴിവുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. AAI അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2024 പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 1 വർഷത്തെ പരിശീലന കാലയളവിലുടനീളം പ്രതിമാസ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. വിവിധ തസ്തികയിലേക്കുള്ള സ്റ്റൈപ്പൻഡ് തുകകൾ പ്രകാരമാണ്: ഗ്രാജുവേറ്റ് അപ്രന്റീസ് 15,000, ഡിപ്ലോമ അപ്രന്റീസ് 12,000, ITI ട്രേഡ് അപ്രന്റീസ് 9,000. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 25, 2024. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഇത്ര വിശദമായി പറഞ്ഞതിൻ്റെ കാരണം പലരും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ളത് ചോദിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.